Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കവുമായി സിപിഎം സ്ഥാനാർത്ഥി നിർണയം വ്യക്തമായില്ല. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ യോഗം നിലമ്പൂർ സിപിഎം ഓഫീസിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. രാവിലെ 11 മണിയോടെ ആരംഭിച്ച യോഗം 12:30ഓടെയാണ് സമാപിച്ചത്. ക്ലസ്റ്റർ തിരിച്ച നേതാക്കൾക്ക് ചുമതലയും നൽകി. സിപിഎം നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സജീവ ചർച്ചയാണ് നടന്നത്. സംസ്ഥാന സെക്രട്ടറിക്ക് പുറമെ സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ, കെ രാധാകൃഷ്ണൻ, എം.പി. എം.വി. ജയരാജൻ, സി.എസ്. സുജാത, കെ ശൈലജ, അഡ്വക്കേറ്റ് എം. സ്വരാജ്, പി.കെ. ബിജു, എ.പി. അനിൽകുമാർ, വി.പി. അനിൽ, വി.പി. സാനു, എം.എച്ച്. ഷാലിയാൻ, പി.കെ. ശശീന്ദ്രൻ, എസ്. ജയമോഹൻ, പി. പ്രസാദ്, ടി.വി. ചന്ദ്രബാബു, പി. മോഹൻ, എൻ. ചന്ദ്രൻ, വി.കെ. സനോജ്, കെ. സാലി, കെ. ജയചന്ദ്രൻ, പി.കെ. സൈനബ, കെ. ലതിക എന്നിവർ ഉൾപ്പെടെ നിരവധി നേതാക്കൾ പങ്കെടുത്തു. ഇക്കുറി നിലമ്പൂർ നിലനിർത്തുക എന്നത് പിണറായി സർക്കാരിന്റെയും സിപിഎമ്മിന്റെയും പ്രസ്റ്റീജ് വിഷയമാണ്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ യോഗം ചേർന്നത് തന്നെ ഇതിന്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടാൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 2026 മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കനത്ത വെല്ലുവിളിയാകും നേരിടേണ്ടി വരിക. കൂടാതെ പി.വി. അൻവറിന് സിപിഎമ്മിനെതിരെയുള്ള പോരാട്ടത്തിനും വഴിവെക്കും. ഈ സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പാക്കാനുള്ള കരുനീക്കങ്ങളാണ് സിപിഎം നടത്തുന്നത്. മണ്ഡലത്തിലെ നേതാക്കളെ അവഗണിച്ച് പൊതുസ്വതന്ത്രനെ രംഗത്തിറക്കുന്നത് എത്ര കണ്ട് ഗുണകരമാകുമെന്ന ചിന്തയും നേതാക്കൾക്കുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏതു സമയത്തും ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് യോഗം പെട്ടെന്ന് വിളിച്ചു ചേർത്തത്. 10 ബൂത്തുകൾ ഒരു ക്ലസ്റ്റർ എന്ന കണക്കിലാണ് ഓരോ നേതാക്കൾക്കും ചുമതല നൽകുന്നത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.